ഗുഡ് മോർണിംഗ് യൂട്യൂബ്. നല്ല ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നേരത്തെ ചാനലിൽ നമ്മൾ ചെയ്ത ഒരു വീഡിയോ തന്നെയാണ്. എൻ്റെ ഒരു റീടെലികാസ്റ്റ് ആണ്. റീടെലികാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് നമ്മൾ ചെയ്യുകയാണ്. ആ സെയിം സബ്ജക്റ്റ് വെച്ചിട്ട് ഒന്നുകൂടെ ആ വീഡിയോ ചെയ്യുകയാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എവിടെ നിന്ന് വണ്ടി മേടിക്കണം, അല്ലെ വില കുറച്ച് വണ്ടി എവിടെ നിന്ന് കിട്ടും എന്നൊക്കെയുള്ളൊരു പ്രശ്നം വളരെ സങ്കീർണമായൊരു പ്രശ്നം തന്നെയാണ്. ആദ്യമായി ഓസ്ട്രേലിയയിൽ എത്തുന്ന വ്യക്തികൾക്ക് അല്ലെ സ്റ്റുഡൻസിന് ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം. കാരണം പൈസ ഭയങ്കര വിലയാണ് വണ്ടിക്കൊക്കെ. അപ്പോൾ എവിടെ നിന്ന് നമുക്ക് വില കുറച്ചൊരു വണ്ടി കിട്ടും, എങ്ങനെ നമുക്കത് മേടിക്കാം എന്നുള്ളൊരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ആദ്യമായി ഓസ്ട്രേലിയയിൽ എത്തുന്ന ഒരു വ്യക്തിക്ക് വാഹനം വാങ്ങുക എന്നുള്ളത് ഒരു സങ്കീർണമായ പ്രശ്നം തന്നെയാണ്. അതായത് നല്ല വിലയാണ് ഇവിടെ വണ്ടിക്ക്. അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് എത്തുന്നവരുടെ ഇടയിലാണെങ്കിൽ പൈസ അത്രയും കാണണമെന്നില്ല, അല്ലെങ്കിൽ നന്നായിട്ടൊരു 5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ കൊണ്ടുവന്നാലേ അത്യാവശ്യം നല്ല വണ്ടികൾ മേടിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു 2015 2013 മുകളിലോട്ടുള്ള വണ്ടികൾക്കെല്ലാം ഒരു $10,000 മുകളിലാണ് വില വരുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്ത് വരുന്ന സ്റ്റുഡൻസിനാണെങ്കിലും അല്ലെങ്കിൽ PR കിട്ടി ഓസ്ട്രേലിയയിലേക്ക് വരുന്നവർക്കാണെങ്കിലും ആദ്യമായിട്ട് 5 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ട് അതിനു വേണ്ടി ഒരു വണ്ടി മേടിക്കുക, വണ്ടിയിലേക്ക് അത് ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റായി പോകുക എന്നൊക്കെയുള്ള ഒരു വലിയ പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ പല രീതിയിൽ നമുക്ക് വണ്ടി മേടിക്കാം. ഒന്ന്, നമുക്ക് ഷോറൂമിൽ പോയി പുതിയ വണ്ടി മേടിക്കാം. സെക്കൻഡ് ഹാൻഡ് ഷോറൂമുകൾ ധാരാളമുണ്ട് ഇവിടെ. അവിടെ പോയി നമുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ മേടിക്കാം. 3, നമുക്ക് ഈ ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി വണ്ടി മേടിക്കാം. 4, നമുക്ക് അറിയാവുന്ന ആൾക്കാരെയൊക്കെ ഉള്ള കണക്ഷനിലൊക്കെ നമുക്ക് വണ്ടി കിട്ടാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഉണ്ട്. ഇത് ഒന്നുമല്ലാത്ത വേറൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്, ഓപ്ഷനിങ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ആണ് നമുക്ക് വാഹനം വാങ്ങാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വെളിയിൽ ഒരു $10,000 കിട്ടുന്ന വണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് ഓപ്ഷൻ ചെയ്ത് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു $3,000 രൂപ $5,000 നമുക്ക് കിട്ടും. അങ്ങനത്തെ സാധ്യതകളുണ്ട്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നവരായിരിക്കും, ഓസ്ട്രേലിയ വരുന്ന മിക്കവർക്കും അറിയാവുന്നവരായിരിക്കും, എങ്കിലും ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന 2-3 സൈറ്റുകളിൽ ഒരെണ്ണമാണ് പിക്കിൾസ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് മെൽബണിലാണ് അത് കൂടുതലായിട്ടുള്ളത്. പക്ഷേ നമ്മളൊരു റെഡി ക്യാഷ് ഉണ്ടാവണം. ഓൺ സൈറ്റിൽ നമ്മൾ പോകണം. സൈറ്റിൽ പോയി സാറിന് നമ്മൾ ലേലം വിളിക്കുന്ന പോലെ തന്നെ ലേലം വിളിക്കേണ്ടി വരും. രണ്ടാമത് മാനേം ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു സൈറ്റുണ്ട്. ആ സൈറ്റിൽ നമുക്ക് ഓൺലൈൻ സൈറ്റ് വഴി നമുക്ക് ചെയ്യാം. ഇത് രണ്ടുമല്ല ഞാനിന്ന് പറയാൻ പോകുന്നത് ഗ്രേസ് ഓൺലൈൻ എന്ന സൈറ്റിനെ പറ്റിയാണ്. ഗ്രേസ് ഓൺലൈൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ എല്ലാ ഏരിയയിലും എല്ലാ സ്റ്റേറ്റുകളിലും ഉള്ള, ഒട്ടുമിക്ക എല്ലാ സ്റ്റേറ്റുകളിലും ഉള്ള, കെയ്ൻസിലൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഉള്ള ഒരു ഓപ്ഷൻ ഹൗസാണ്. ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം മേടിച്ചു വെക്കുക, എന്നിട്ട് അത് ഓൺ സൈറ്റ്, അതായത് സൈറ്റ് വഴിയാണ് ഓപ്ഷൻ നടക്കുന്നത്. നമുക്ക് സൈറ്റിൽ പോയി, അതായത് നമുക്ക് സ്പോട്ടിൽ പോയി ഓപ്ഷൻ ചെയ്യേണ്ട കാര്യമില്ല, ഓൺലൈൻ നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഗുണം. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കാൻ വെക്കുന്ന വണ്ടികൾ ഏതാണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ എല്ലാ സ്റ്റെപ്പുകൾ വഴിയും കൊണ്ടുപോകാം. ഓൺലൈൻ ഞാൻ വെബ്സൈറ്റിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം, പ്രോപ്പറായിട്ട് എല്ലാം കാണിച്ചു തരാം. സോ വായോ. ഓക്കെ, അതിനായി നമുക്ക് ആദ്യം പോകേണ്ടത് ഗ്രേസ് ഓൺലൈൻ എന്ന് പറയുന്ന സൈറ്റാണ്. GRAYS അടിച്ചു കൊടുത്താൽ അത് കിട്ടും. ഫസ്റ്റ് വരുന്ന grace.com എന്ന് പറയുന്ന ഈ സൈറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗ്രേസ് ഓൺലൈൻ എന്നാണ് ഈ സൈറ്റിൻ്റെ പേര്. ഗ്രേസ് ഓൺലൈൻ എന്നായിരുന്നു, അവർ പിന്നീട് മാറ്റി ഗ്രേസ് എന്ന് തന്നെയാക്കി. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ വാഹനം എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വണ്ടി മാത്രമല്ല, ഇതിനകത്ത് ധാരാളം കാര്യങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന പോലെ മൈനിങ്, കൺസ്ട്രക്ഷൻ, എർത്ത് മൂവിങ്, മൊബൈൽ പ്ലാന്റ്, ഈ സ്റ്റഫുകളെല്ലാം ഉണ്ട്. മാനുഫാക്ചറിങ് ആൻഡ് എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടൂൾസുകൾ, അത് ഇത് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇതാണ് കാർസിൻ്റെ സെക്ഷൻ. ട്രക്കുകൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ട്രക്കുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ബോട്ടുകൾ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ബോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തുണ്ട്. വൈന് മേടിക്കാൻ ആൾക്ക് താല്പര്യമുള്ളവർ, വീട്ടിൽ ഇത് ഡെലിവറിയുള്ള വൈനുകളാണ്, പല ടൈപ്പിലുള്ള വൈനുകൾ നമുക്ക് മേടിക്കാം. കാറ്ററിങ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ, അതേ റെസ്റ്റോറൻറ്റിലേക്കുള്ള എക്യുപ്മെൻറ്റ്സ്, അതായത് അമ്യൂസ്മെൻറ്റ്, ഗെയിമിങ്, നിങ്ങളത് കയറി നോക്കുക, ഇഷ്ടംപോലെ സാധനമുണ്ട്. ഈവൻ കമ്പ്യൂട്ടേഴ്സും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്തുണ്ട്. ജ്വല്ലറി മേടിക്കണേ ജ്വല്ലറി ആണെങ്കിലും ഉണ്ട്. ഡ്രസ്സുകൾ മേടിക്കാനാണെങ്കിൽ ഡ്രസ്സിൻ്റെ സംഭവങ്ങളും ഉണ്ട്. എല്ലാ സംഭവം ഇതിനകത്തുണ്ട്. നമ്മളിപ്പോൾ കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാറുകൾ മാത്രമാണ്. ഇതിപ്പോൾ കാർ തന്നെ ജസ്റ്റ് കാർസ്, ബൈക്സ് ആൻഡ് ആക്സസറീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ലിസ്റ്റിങ്ങുകൾ വരും.
അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ലൊക്കേഷനാണ്. നമ്മളിപ്പോൾ വിക്ടോറിയ ആയതുകൊണ്ട് വിക്ടോറിയ നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പോൾ വിക്ടോറിയയിൽ മാത്രമുള്ള സാധനങ്ങൾ നമുക്കിവിടെ ഫുള്ളായിട്ട് കിട്ടും. ഇതിൻ്റെ ഫോക്സ് വാഗൺ ഈ പസാറ്റിൻ്റെ ഒക്കെ വില, അതായത് 9 മണിക്കൂറേ ഉള്ളൂ ഇത് അവസാനിക്കാനുള്ളത്. ഇതിനെ ഞാനൊന്ന് കറക്റ്റായിട്ട് പരിചയപ്പെടുത്താം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ കാണുന്ന വണ്ടികളാണല്ലോ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. ഇതിനകത്ത് ആദ്യം കാണുന്ന വണ്ടികളുടെ ഹെഡിങ്ങുകളായിരിക്കും. പിന്നെ നോ റിസർവ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇവർ ചില വണ്ടിയുടെ ഓണർമാർ ഇതിനൊരു റിസർവേഷൻ എമൗണ്ട് ഇട്ടിട്ടുണ്ടാവും. അതായത് ഒരു $5000 എന്നൊരു റിസർവേഷൻ ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെ വരും? ഇത് കണ്ടോ, ഇങ്ങനെ വരും. അത് റിസർവേഷൻ ഇട്ടിട്ടുള്ള എമൗണ്ടിന് ഇങ്ങനെ റിസർവ് നോട്ട് മെറ്റ് എന്ന് പറയും. കാരണം ഇപ്പോൾ 6100 ഇതിനിപ്പോൾ ഓൾറെഡി പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്നിരിക്കലും ഇതുവരെ ആ റിസർവേഷൻ മീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇത് ക്രോസ് ആയിട്ട് കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതിന് നോ റിസർവ് എന്ന് പറയുമ്പം ഇതിന് ഓണർ ഒരു റിസർവേഷൻ ഇട്ടിട്ടില്ല. എത്ര മണിക്കൂറുണ്ട് ഇത് അവസാനിക്കാൻ എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ 9 മണിക്കൂർ 52 മിനിറ്റ് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതുവരെ വന്നിട്ടുള്ള ബിഡിങ്ങിൻ്റെ എന്താ പറയുക പ്രൈസാണ് ഇവിടെ കിടക്കുന്നത്. ഇത് എങ്ങനത്തെ വണ്ടിയാണ്? യൂസ്ഡ് ആണ്. ഈ ഏത് സ്റ്റേറ്റിലാണ് ഇതുള്ളത് എന്നുള്ളതാണ് ഇവിടെ വിക്ടോറിയ എന്ന് പറയുന്നത്. നിങ്ങളിപ്പം ഓസ്ട്രേലിയയുടെ വേറെയുള്ള ഭാഗങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ ഇവിടെ വരും. ഇത്രയും സ്റ്റേറ്റുകളിലാണ് ഇപ്പോൾ ഇതുള്ളത്. ന്യൂ സൗത്ത് വെയിൽസിലുണ്ട്, ക്യൂൻസ്ലാൻഡിലുണ്ട്, സൗത്ത് ഓസ്ട്രേലിയയിലുണ്ട്, വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുണ്ട്, വിക്ടോറിയയിലുണ്ട്. ഓക്കെ, നമുക്ക് ഈ പാസാറ്റ് മാത്രം എടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആദ്യം ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഏത് സ്ഥലത്താണ് ഇത് ഉള്ളത് എന്ന് നമുക്കറിയാൻ പറ്റും. അതായത് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 140 to 152 നാഷണൽ ഡ്രൈവ് ഡാൻഡോങ് സൗത്തിലാണ് ഇതുള്ളത്. പിന്നെ ഇത് കാറ്റഗറിയും ഇതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് ഇവിടെ കിടക്കുന്നത്. വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ഇനി കിടക്കുന്നത്. അതായത് ബോഡി ടൈപ്പ് ഏതാണ്? കൂപ്പയാണ്. കൂപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ ബോഡിയുള്ള അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എത്ര സീറ്റുകളാണുള്ളത്, ബിൽഡ് ഡേറ്റ് എന്നാണ്, കമ്പൈലൻസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ബുക്ക് ചെയ്ത്, അതായത് റോഡിലിറങ്ങിയ ഡേറ്റ് ഏതാണ്, ഇതിൻ്റെ വിൻ നമ്പർ ഇത്രയാണ്, ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇപ്പോൾ ഇത്രയാണ്. ഇത് ഓൾറെഡി 3rd month of 2026 വരെ രജിസ്റ്റേർഡ് ആണ്. ഇത് രജിസ്ട്രേഷൻ നമ്പർ ഉള്ള വണ്ടിയാണ്. പ്ലേറ്റ്സ് ഉണ്ട് 2 എണ്ണം. എത്ര സിലിണ്ടറുള്ള വണ്ടിയാണ്? 4 എണ്ണം, 4 സിലിണ്ടർ. എൻജിൻ കപ്പാസിറ്റി 2 ലിറ്റർ ആണ്. ഫ്യൂവൽ ഏതാണ്? പെട്രോളാണോ ഡീസലാണെന്നുള്ളത് ഡീസൽ വണ്ടിയാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. അതായത് ഇത്ര കിലോമീറ്റേഴ്സാണ് ഇപ്പോൾ ഇത് ഓടിയേക്കുന്നത്. മെഷർമെൻറ്റ് കിലോമീറ്റർ നോക്കിയാൽ അറിയാമല്ലോ നിങ്ങൾക്ക്. എൻ്റെ ഡീറ്റെയിൽ നോക്കുക. ഇതിനകത്ത് അടുത്ത് നോക്കേണ്ടത് തന്നെ കീ ഉണ്ടോ, സ്പെയർ കീ ഉണ്ടോ എന്ന് നോക്കുക. മിക്കതിനും സ്പെയർ കീ കാണാൻ സാധ്യതയില്ല, പക്ഷേ അത് കാര്യമാക്കേണ്ട. കീ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഓണേഴ്സ് മാനുവൽ ഉണ്ടോ എന്ന് നോക്കുക. സർവീസ് ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കുക. സർവീസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതാണ്. എൻജിൻ ടേൺസ് ഓവർ ഉണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ ഇത് നോ എന്നായിരിക്കും. അപ്പോൾ എൻജിൻ ഓൺ ആകുന്നുണ്ടോ, സ്റ്റാർട്ട് ആകുന്നുണ്ടോ എന്നുള്ളതാണ്. അടുത്തതാണ് ഇതിൻ്റെ കണ്ടീഷൻസ്. ഇവരെ ആക്സസ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് ഇത് കിടക്കുന്നത്. ഇതിനകത്ത് കിടക്കുന്നുണ്ട് എൻജിൻ നോയ്സ് ഒബ്സർവ്ഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെവി റെഡ് ഫ്ലാഗ് ആണ്. ഓക്കെ, പിന്നെ ഡെൻസ് ആൻഡ് ബോഡി, അതായത് മാർക്സ് ഉണ്ടെന്നാണ്. കിലോമീറ്റേഴ്സിനെ അനുസരിച്ചിട്ടുള്ള ബോഡി മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. മീഡിയം ഡെൻറ്റ് ബാക്കിലുണ്ട്. മൾട്ടിപ്പിൾ വീൽസ് ഹാവ് സ്കർഫ്സ് ഉണ്ട്. സ്കർഫ് മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ഒരഞ്ഞ പാടുണ്ടെന്നാണ് അർത്ഥം. പക്ഷേ ഇത് പ്രശ്നക്കാരനാണ്. എൻജിൻ നോയ്സ് ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞില്ല. എൻജിൻ നോയ്സ് പ്രശ്നക്കാരനാണ്. ചിലപ്പം ഇതിൻ്റെ റിങ്സ് പോയതായിരിക്കും, എൻജിൻ പണി വന്ന വണ്ടിയായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വണ്ടി എടുത്തിട്ട് പണിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടുന്ന് എടുത്തിട്ട് പണിയാം. പക്ഷേ ഒരു നല്ല വണ്ടി നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം, എൻജിൻ നോയ്സ് ഒന്നും ഇല്ലാതെ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഏത് നോക്കാം? നമുക്ക് ഈ പറയുന്ന BMW X5 നോക്കാം. X5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം 2007 മോഡലാണ്. ഏത് മോഡൽ, ഏത് ടൈപ്പ്, E10 ടർബോ ഡീസൽ ഓട്ടോമാറ്റിക് വാഗൺ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നു. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫോട്ടോസ് ഇതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫോട്ടോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ചിലതിന് വാക്ക് അറൗണ്ട് ഫോട്ടോസ് നമുക്ക് കിട്ടും. 2,40,000 ചില്ലുവാന കിലോമീറ്റർ ഓടിയതാണ്. നമുക്ക് അത് വലിയ കാര്യമാക്കണ്ട. ഓസ്ട്രേലിയയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ BMW സംബന്ധിച്ചിടത്തോളം 5 ലക്ഷം കിലോമീറ്റർ വരെയൊക്കെ ഈസി ആയിട്ട് ഓടും. ഇതിലൊക്കെ നല്ലതായിട്ട് കളറടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിക്കോണം, ശ്രദ്ധിച്ചോണം എന്നുള്ളതാണ്. പിന്നെ താഴേക്ക് വന്നു കഴിയുമ്പോൾ എൻജിൻ നോയ്സ് ഉണ്ടോ എന്ന് ഫസ്റ്റ് നമുക്കത് നോക്കിയേക്കാം. വിൻസ്ക്രീൻ മാറ്റണം എന്നുള്ളത്. അതിൻ്റെ ഫ്രണ്ടിലെ വിൻസ്ക്രീനിന് ചിപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെച്ചേ ഉള്ളൂ. കാരണം ഇവിടെ വണ്ടി എടുക്കുമ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡ് വർത്തി എടുക്കണം. റോഡ് വർത്തി എടുക്കുമ്പോഴത്തേന് ഈ വിൻസ്ക്രീൻ ചിപ്പ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവർ വിൻസ്ക്രീൻ മാറ്റണം എന്ന് പറയും. ഇത് ക്രാക്ഡ് ബമ്പർ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അതർ വാർണിംഗ് ലൈറ്റ് ഓൺ ഉണ്ട്. വാർണിംഗ് ലൈറ്റ് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോയിൽ നോക്കി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരു വാർണിംഗ് ലൈറ്റ് ഓൺ ആണ് ഇവിടെ.
ഓക്കെ. സോ ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു, വണ്ടി കണ്ടു, ഓക്കെ ആയി, സന്തോഷമായി, ഹാപ്പിയായി, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സൈറ്റിൽ പോയി വണ്ടി കാണണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഈ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു പോട്ടെ, ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന X5 കണ്ട് ഇഷ്ടപ്പെട്ടു. X5-ൻ്റേത് വണ്ടി ഓക്കെയാണ്, വില എത്ര, $2000 വരുന്നുള്ളൂ. ഇതിന് ശരിയായിട്ട് പറഞ്ഞാൽ വെളിയിലെ വില എത്രയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം, അത് നമുക്ക് നോക്കാം. പക്ഷേ അതിന് മുമ്പ് ഞാൻ പറയേണ്ടത്, നിങ്ങൾ അവിടെ ചെന്നിട്ട് ഈ വണ്ടി കാണണം, വണ്ടി കണ്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം, എഞ്ചിൻ നോയ്സ് ഉണ്ടോ എന്ന് നോക്കണം, പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെയും കൂടി വിളിച്ചുകൊണ്ട് പോയി കാണിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വണ്ടി നോക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി. വണ്ടി നോക്കാൻ അറിയുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടത് പഴയ ഇതിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഞാനിപ്പോൾ റീടെലികാസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ തെറ്റാക്കാം, നമുക്കപ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ വണ്ടി എങ്ങനെയാണ് പഴയ വണ്ടികൾ നമുക്ക് നോക്കിയെടുക്കുന്നത് എന്നുള്ളത്, ഞാനിവിടെ വന്ന വർഷം തൊട്ട് ഈ സൈറ്റിൽ നിന്ന് വണ്ടികൾ എടുക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 65 വണ്ടികൾ ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അത് എടുക്കുക, വിൽക്കുക എന്നൊക്കെയുള്ള പരിപാടികളുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. ഇപ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഒതുങ്ങിയ ഒരു വണ്ടി വരാത്തതുകൊണ്ടാണ് നമുക്ക് ചെയ്യാത്തത്. അപ്പം അങ്ങനെ ഒക്കെയുള്ള സിറ്റുവേഷൻ, നമ്മൾ ഉപയോഗിക്കാനായിട്ടാണെങ്കിൽ നമുക്ക് മേടിക്കാം, പക്ഷേ ഈ പറയുന്ന പോലെ നമുക്ക് എടുത്ത് വിൽക്കണമെന്നുണ്ടെങ്കിൽ വില കുറഞ്ഞ് കിട്ടണമല്ലോ. സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഇത് ആദ്യം പോയി വണ്ടി കാണണം. ഈ വണ്ടി കണ്ടതിന് ശേഷം ഇത് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ആ വണ്ടി മാർക്ക് ചെയ്തിട്ട് വന്ന് പിന്നെ നമ്മൾ വെബ്സൈറ്റ് വഴിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ വാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക, $5000 LDV എന്ന് പറഞ്ഞ കമ്പനിയുടെ വാനാണ്. അത്ര നല്ല കമ്പനിയല്ല, LDV എന്ന് പറഞ്ഞ കമ്പനിയാണ്. എഞ്ചിൻ ലൈറ്റ്സ് ഓൺ, എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ആണ്, സെക്കൻഡ് ഹാൻഡ് വണ്ടികളല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് കാണും, നമുക്ക് ചെയ്യാനൊക്കെ ഉള്ള പരിപാടികൾ ഒത്തിരി കാണും. ഒരു 5000 മുകളിലോട്ട് വരുന്ന വണ്ടിയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ നല്ല വണ്ടി കിട്ടുമെന്നുള്ളതാണ്. ഞാൻ നോക്കട്ടെ, ഇച്ചിരൂടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി നമുക്ക് നോക്കാം. ഓക്കെ, 2016 Audi S3 എന്ന് പറയുന്ന ഈ മോഡൽ. ഇതിൻ്റെ കംപ്ലൈൻറ്റുകളുണ്ടോ? ഒന്നുമില്ല. ഡെൻസ് ആൻഡ് മാർക്സ്, ബോഡി കൺസിസ്റ്റൻറ്റ് ടു ദ ഏജ് ആൻഡ് ഡാമേജ് കിലോമീറ്റർ, ഫ്രണ്ട് സീറ്റ് സ്ക്രാച്ചസ് ഫോർ ദ ഡ്രൈവേഴ്സ്, അത് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് വണ്ടി നല്ലതാണെന്ന് അർത്ഥമാണ്. ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെയൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യം, അതായത് കറക്റ്റായിട്ട് ഇതിനകത്തൊന്നും പൊടിയും കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ പൊടിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വണ്ടികളുണ്ട്, അപ്പോൾ അത് നോക്കിയത് മുഴുവൻ പൊടിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല, അതൊക്കെ ക്ലീനാക്കാവുന്നതാണ്. എന്നിരിക്കലും നമുക്ക് ഒരു ഇനീഷ്യലായിട്ടുള്ളത് നോക്കാൻ, ഇത് S3 ആണ് വണ്ടി. അപ്പോൾ ഇത് സ്പോർട്സ് മോഡൽ വണ്ടിയാണ്. വണ്ടി കണ്ടിട്ട് വളരെ നല്ലതായിട്ട് തോന്നുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഫോട്ടോയിൽ കണ്ടിട്ട് കുഴപ്പമില്ല. $10,000 ഇപ്പോൾ അതിൻ്റെ വില നിൽക്കുന്നത്. 3 ദിവസത്തിനുള്ളിലാണ് അത് ക്ലോസ് ആവുന്നത്. 2016 മോഡലാണ്. പിന്നെ പെട്രോളാണ്, 4 വീൽ ഡ്രൈവാണ്. 1,15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒറ്റാവത്തെ 100, 1000, 14 ലക്ഷം അല്ല, 1,51,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,51,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓഡോമീറ്റർ ഇതെല്ലാം ഉണ്ട്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ വണ്ടിയുടെ മാർക്കറ്റ് വില അറിയണം. നമുക്ക് എപ്പോഴും നമുക്ക് അറിയണമെന്നില്ല കൃത്യമായിട്ടുള്ള മാർക്കറ്റ് വില എത്രയാണെന്നുള്ളത്. അതിനുള്ള സൈറ്റാണ് റെഡ് ബുക്ക് എന്ന് പറയും. റെഡ് ബുക്ക് എന്നടിച്ചു കൊടുക്കുക. അപ്പോൾ റെഡ് ബുക്ക് എന്ന് പറയുന്ന ഈ സൈറ്റിൽ നിന്നാണ് നമ്മൾ ഇപ്പോഴുള്ള വണ്ടിയുടെ പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റ് വില എത്രയാണ് നമ്മൾ അറിയുന്നത്. അതിന് ആദ്യമായിട്ട് നമുക്ക് ഈ ഓഡി തന്നെ നോക്കാം. ഓഡി ആണെങ്കിൽ മേക്ക് എടുക്കുക, ഓഡി കൊടുക്കുക. മോഡൽ ഏതാണ്? S3 ആണ് മോഡൽ. നമ്മൾ ഇവിടുന്ന് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് സെർച്ച് ചെയ്യുക ഏതാണെന്നുള്ളത്. S3. ഇയർ ഏതാണ്? 2016 ആണ്. 2016 മോഡൽ. ഇയർ മാക്സും അത് തന്നെ ഇടണം, കാരണം എന്നാലേ സെയിം ആയിട്ടുള്ള കിലോമീറ്റർ ഉള്ളൂ. ഫ്യൂൽ ടൈപ്പ് പെട്രോളാണ്. ബോഡി ടൈപ്പ് കൺവേർട്ടബിൾ ആണ്. ഹാച്ച് ആണ്, സെഡാനാണ്. അത് സെഡാനാണ്. കീവേഡ്സ് ഒന്നുമില്ല. ഷോ ഫോക്കസ്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ വണ്ടികൾ ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. ചിലതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വ്യത്യാസം ഉണ്ടാവും. ചിലത് ഓട്ടോമാറ്റിക്കാണ്. ഇത് കണ്ടല്ലോ, ഇത് ഓട്ടോമാറ്റിക്കാണ്. ഇത് മാനുവലാണ്. ഇത് സ്പോർട്സ് ഓട്ടോമാറ്റിക് ഡ്യുവൽ ക്ലച്ച് മാനുവലാണ്, ഓട്ടോമാറ്റിക്കാണ്. ഇത് 6 സ്പീഡ് മാനുവലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഇത് ഓട്ടോമാറ്റിക്കാണ്, 8V ഓട്ടോമാറ്റിക്കാണ്. അത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രോബബ്ലി സ്പോർട്സ് ആയതുകൊണ്ട് ഇതായിരിക്കാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യാം. കണ്ടുപിടിക്കണം, ടൈം എടുത്ത് കണ്ടുപിടിക്കണം കേട്ടോ, പെട്ടെന്ന് കയറി ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കത് മനസ്സിലാക്കേണ്ടത് വണ്ടിയുടെ വില എത്രയാണ്, ഇപ്പോഴത്തെ മാർക്കറ്റ് വില എത്രയാണെന്ന് നോക്കണം എന്നുള്ളതാണ്.
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന മാർക്കറ്റ് വില എന്ന് പറയുന്നത് ഇതിനകത്ത് മാർക്കറ്റ് വാലുവേഷൻ എന്ന് പറയുന്ന ഈ സ്പോട്ടിൽ കിടക്കുന്ന ഈ വിലയാണ്. നിങ്ങൾക്ക് വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 22,000 രൂപ തൊട്ട് 29,000 രൂപയ്ക്ക് വരെ വിൽക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇപ്പം ട്രേഡ് ചെയ്യുവാണെങ്കിൽ 16,000 ചില്ലുവാനും ഡോളറിന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. 23 രൂപ അതിന് ആക്ച്വലി വിലയുണ്ട്. 16,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ വേറൊരു വണ്ടി കൊടുത്തിട്ട് വണ്ടി എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം എടുക്കുകയാണ്. ഇപ്പം ഞാൻ ഈ വണ്ടി എടുക്കാൻ പോകണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പ്രൈസ് ആകും സെറ്റ് ചെയ്യും. ഈ പ്രൈസാണ് എൻ്റെ മാക്സിമം പ്രൈസ്. ഇതിന് മുകളിലോട്ട് ഞാൻ ചെയ്യത്തേയില്ല. അപ്പോൾ നേരെ ഇവിടെ വരിക, എന്നിട്ട് ഇവിടെ നമ്മൾ ആ പറഞ്ഞ എമൗണ്ട് ഒരു 16,500 കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഓട്ടോ ബിഡ് എന്നുള്ളത് ഓണാക്കിയിട്ട് എന്നിട്ട് പ്ലേസ് ബിഡ് അങ്ങ് കൊടുത്തേച്ചാൽ മതി. പ്ലേസ് ബിഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പം എൻ്റെ പ്രൊഫൈലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അതിനകത്തേക്ക് വരും. പ്ലേസ് ബിഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ബിഡ് പ്ലേസ് ആവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 16,500 നമ്മൾ കൊടുത്തല്ലോ. ഇപ്പോൾ ഇത് കിടക്കുന്നത് 10,500 കിടക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയറിന് വേറൊരു പരിപാടിയുണ്ട്. ഇത് നേരെ ചെയ്യുന്നത് ഇതിൻ്റെ നേരെ നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ്, അതായത് 10,500 തൊട്ട് മുകളിലുള്ളത് 10,800 ആയിരിക്കും. 10,800 600 ആയിരിക്കും. 10,600 ഇടും. അപ്പോൾ വേറൊരാൾ വന്ന് പിന്നെയും ബിഡ് ചെയ്യുകയെന്ന് വിചാരിക്കാം. 10,700 ബിഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇത് 10,800 പോകും. കാരണം നമ്മൾ ഓട്ടോ ബിഡ് ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഈ പ്രൈസിങ് കൃത്യമായിട്ട് നമ്മൾ ഇടണം എന്നുള്ളതാണ്. എന്നിട്ട് ഓട്ടോ ബിഡ് ഇടുക, പ്ലേസ് ബിഡ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ പരിപാടി. വൺസ് ഇത് തീർന്നു കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി ഇവർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കുകയും ചെയ്യും. നമുക്ക് എടുക്കാനുള്ള സമയം, ഡെലിവറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സെയിൽ ടേംസ് ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കിടക്കുന്നത്. ഇതുണ്ട് സെയിൽ ടേംസ് എടുക്കുക. സെയിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. എല്ലാം പ്രോപ്പറായിട്ട് വായിച്ച് നോക്കണം. കാരണം ഇതിൻ്റെ ഒത്തിരി ലൂപ്പ് ഹോളുകളും കാര്യങ്ങളും ഉണ്ട്. ഇൻസ്പെക്ഷൻ ആൻഡ് കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കളക്ഷൻ ടൈമും എല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട്. അതായത് കളക്ഷൻ ടൈംസ് ഉണ്ട്, കണ്ടോ, മൺഡേ ടു ഫ്രൈഡേ. ഇനി ഇതിന് 5 ബിസിനസ് ഡേറ്റ് ആഫ്റ്റർ ദ ഓപ്ഷൻ ക്ലോസസ് എക്സീഡിങ് പബ്ലിക് ഹോളിഡേയ്സ്. ഇതാണ് നമ്മുടെ കളക്ഷൻ ഡേറ്റ്. നമ്മൾ വൺസ് ഇത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പോയി വണ്ടി നേരെ എടുത്തുകൊണ്ട് വരാം. ഇതാണ് പരിപാടി. ഇതിനകത്ത് ചിന്തിക്കേണ്ട, ഇതിനകത്ത് പ്രശ്നം കിടക്കുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ നല്ല വണ്ടി നോക്കി എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വണ്ടി പോയി കാണുമ്പോഴത്തേന് ഒരു 10 വണ്ടിയുടെ ലിസ്റ്റ് എടുത്തുകൊണ്ട് പോവുക. എന്നിട്ട് ഒരു 3 വണ്ടികൾ വെച്ചിട്ട് അവരോട് പറഞ്ഞ് 10 വണ്ടി ഒരുമിച്ച് കാണാൻ പറ്റത്തില്ല. ആക്ച്വലി ആരും നമ്മുടെ കൂടെ വരത്തുമില്ല. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു കഴിയുമ്പോഴത്തേന് അവർ നമുക്ക് വണ്ടിയുടെ കീ തരുക ചെയ്യുന്നത്. നമുക്ക് അവിടെ നിന്ന് ഓടിച്ച് നോക്കാനുള്ള ഇതുമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, വണ്ടിയുടെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം, പക്ഷേ ഓടിച്ച് നോക്കാനുള്ള ഇതില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോവുക, 1-2 വണ്ടികൾ പോയി കാണുക. വണ്ടികൾ ഇച്ചിരി പണിയാണ് കേട്ടോ, ഇച്ചിരി കഷ്ടപ്പാടാണ്. പക്ഷേ നിങ്ങൾക്ക് പൈസയ്ക്ക് നല്ല ലാഭം ഉണ്ടാവും. ഈ കിടക്കുന്ന വണ്ടി കണ്ടോ, ഇത് കൂടി വന്ന ഒരു 15 രൂപയ്ക്കുള്ളിൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു 14 രൂപയ്ക്കുള്ളിൽ നമുക്ക് കിട്ടും. ഈ സാധനം നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ ഒരു 20-21 രൂപ ഈസി ആയിട്ട് കൈ കിട്ടും. നിങ്ങൾ ആരെങ്കിലും ബിസിനസ് ഇങ്ങനെ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഇത് നല്ലൊരു പരിപാടിയാണ്. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ $2,000 ഒക്കെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എനിക്ക് ഇഷ്ടം പോലെ പണി കിട്ടിയിട്ടുള്ളത്. കാരണം കുറേ നാൾ മുമ്പ് ഞാൻ പലതരങ്ങളിലായിട്ട് 2-3 ഇൻസിഡൻറ്റുകൾ ഞാൻ പറയാം. ഒരിക്കലും ഞാൻ ഇതിൻ്റെ അകത്തൊരു വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു. സാറിന് ഞാൻ പോയി കണ്ട് ചില സമയങ്ങളിൽ മാത്രമേ എടുക്കുള്ളൂ. കാരണം ഞങ്ങൾ ഇവിടെ താമസിക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ ദൂരെയാണ് ഈ കാണുന്ന സ്ഥലം. അപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടുന്ന് ഓൺലൈൻ കണ്ട് എനിക്ക് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെന്നറിയാം. അതിൻ്റെ ബോഡിയും കാര്യങ്ങളും എല്ലാം നോക്കിയാൽ ഓൺലൈൻ നോക്കാൻ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ നോക്കി ഞാൻ കണ്ട് ഞാനൊരു വണ്ടി എടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആക്ച്വലി ഈ വണ്ടി വെള്ളത്തിനകത്ത് പോയതായിരുന്നു. നമുക്ക് ഫോട്ടോയ്ക്കകത്ത് ഇതൊന്നും കാണാനില്ല, പക്ഷേ വെള്ളത്തിനകത്ത് പോകാനുള്ളത്. ആരും ബിഡ് ചെയ്യാനില്ലായിരുന്നു. ആദ്യം $9 ബിഡിങ് കിടക്കുമായിരുന്നു. ഞാനൊരു $50 ഇട്ടു. $50 ഇട്ടു. 50-ന് കിട്ടിയാൽ കിട്ടട്ടല്ലേ വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ വെറുതെ എടുക്കാം. ഇച്ചിരി പഴയ വണ്ടിയായിരുന്നു, അതാരും എടുത്തില്ല. എനിക്ക് $50 സാധനം കിട്ടി. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളും നല്ലത്. ഞാൻ അന്നേരം എന്ത് ചെയ്തു, റെക്കേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഇത് പൊളിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് നമുക്ക് വണ്ടി വിൽക്കാൻ പറ്റും. അവർക്ക് വണ്ടി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. അന്നേരം റെക്കേഴ്സിനെ ഞാൻ വിളിച്ചു. റെക്കേഴ്സിൻ്റെ ആൾക്കാർ വന്നു, വണ്ടി കൊണ്ടുപോയി. അവർ $250 തന്നു. അപ്പോൾ $200 ഒറ്റയടിക്ക് ലാഭം കിട്ടി. അത്രയും കാര്യങ്ങളെല്ലാം കിടക്കുന്നു, ഒറ്റയടിക്ക് ലാഭം കിട്ടി എന്നുള്ളതാണ്. അടുത്തത് വേറൊരു വണ്ടി ഈ പറഞ്ഞാൽ $1,800 നല്ലൊരു ഫോർഡിൻ്റെ BA ആയിരുന്നു. BA എന്ന് പറയുന്ന ഒരു സെഡാൻ എടുത്തു. ഞാൻ അവിടെ ചെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. വണ്ടി എടുത്തുകൊണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പടുക്കോ എന്നൊരു സൗണ്ട് കേട്ടു. നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വാട്ടർ പമ്പും എല്ലാ സാധനങ്ങളും പൊളിഞ്ഞ് താഴെ പോയി. ഒന്നും ചെയ്യാനില്ല, വഴി സൈഡിലോട്ട് മാറ്റിയിട്ടു. നേരെ റെക്കേഴ്സ് വിളിച്ചു, അന്നേരം കൊടുത്തു വണ്ടി. അന്ന് 1,600 രൂപയ്ക്ക് മേടിച്ച വണ്ടി $200-250 കിട്ടി. അത്രയും പൈസ എനിക്ക് നഷ്ടപ്പെട്ടു.
പിന്നെ ഒരിക്കലും ഞാനൊരു ഇതെടുത്തു, എന്താ പറയുക, ഒരു റെനോൾട്ടിൻ്റെ ഒരു വണ്ടി എടുത്തു. റെനോൾട്ട് എന്ന് പറയുന്ന കമ്പനിയോട് എനിക്ക് ദേഷ്യം ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ പ്രശ്നം അവിടെ നിന്നാണ്. റെനോൾട്ടിൻ്റെ ഒരു വണ്ടി എടുത്തു. ആ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. വണ്ടി ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി സർവീസിന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു വണ്ടി അത്ര കണ്ടീഷൻ അല്ല, നല്ല ഓടിച്ചോ കുഴപ്പമില്ല, എത്ര നാൾ ഓടുമെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. $150 അവർ സർവീസും ചെയ്തത്. വണ്ടി സർവീസ് സെൻ്ററിൽ നിന്ന് എടുത്തുകൊണ്ട് വഴിയിൽ നിന്ന് വന്ന സമയത്ത് എൻജിൻ സീസായി പോയി. $3500 ഒറ്റയടിക്ക് അങ്ങ് പോയി കിട്ടി. റെനോൾട്ടിൻ്റെ സീനിക് എന്ന് പറഞ്ഞൊരു വണ്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ റെനോൾട്ടിൻ്റെ വണ്ടിയെ ഞാൻ തൊട്ടിട്ടില്ല. ഇവിടെ നിന്നൊക്കെ എടുക്കാൻ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയുടെ കമ്പനികൾ എന്ന് പറയുന്നത് ഹുണ്ടൈ എടുക്കാം. ഹുണ്ടൈ നമുക്ക് വിശ്വസിച്ചെടുക്കാം. ഹോണ്ടയുടെ വണ്ടികൾ നമുക്ക് വിശ്വസിച്ചെടുക്കാം. പിന്നെ മസ്റ്റായുടെ വണ്ടികൾ വിശ്വസിച്ചെടുക്കാം. അങ്ങനത്തെ ഈ ജാപ്പനീസ് മേക്കായിട്ടുള്ള വണ്ടികളൊക്കെ ഇവിടെ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. അതിന് ബേസിക്കലി ഒരു 5 ലക്ഷം കിലോമീറ്റർ നമുക്ക് കിട്ടുമല്ലോ. പിന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയും കിട്ടും. പിന്നെ പണിക്ക് കയറ്റുകയാണെങ്കിലും വലിയ പൈസ ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് വണ്ടിക്ക് മേടിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കടമ്പകൾ കടക്കുന്നില്ല. വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇതിന് റോഡ് വർത്തി ലൈസൻസ് എന്ന് പറഞ്ഞൊരു സാധനം എടുക്കണം. അതായത് വണ്ടി റോഡിൽ ഓടാൻ വർത്താണോ എന്ന് അവർ സർട്ടിഫൈ ചെയ്യുന്ന ഒരു ലൈസൻസ് എടുക്കണം. ആ ലൈസൻസ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റോഡ് വർത്തി ലൈസൻസിന് ചെല്ലുമ്പോഴാണ് അവർ പറയുന്നത് അത് പോയതാണ്, അത് മാറ്റണം, ഇത് പോയതാണ്, ഇത് മാറ്റണം. ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് $2000 ഒരു വണ്ടി കിട്ടിയാൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുചെല്ലുമ്പോൾ അവർ $1000 കൂടെ പറയും. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇത് മേടിക്കുമ്പോഴത്തേനും. കാരണം ഇത് വർക്ക്ഷോപ്പിൽ ചെന്ന് ഇത്രയും പണിയും കൂടി ചെയ്ത് കഴിയുമ്പോൾ അതിന് $3000 ആയി. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VOVR എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് വണ്ടികൾ റൈറ്റ് ഓഫ് ചെയ്ത വണ്ടികളുണ്ട്. അതായത് വണ്ടി ഇടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് പണിതെടുത്തിട്ട് അവർ ഇതിൻ്റെ അകത്തോടെ ഇട്ട് വിൽക്കുന്ന പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടികൾ റൈറ്റ് ഓഫ് ചെയ്തതാണ്, നമ്മൾ അറിയുന്നില്ല. VOVR ഇൻസ്പെക്റ്റഡ് എന്ന് തന്നെ കാണും, അല്ലെ VOVR എന്ന് പറഞ്ഞ് കാണും. ഇതിൻ്റെ അകത്ത് അത് ശ്രദ്ധിച്ചോണം. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ മേലെങ്കിൽ അത് നിങ്ങൾ നെറ്റിൽ കയറി നോക്കിക്കോണം. സംഭവം ഇത്രേ ഉള്ളൂ, നമുക്ക് റോഡിൽ ഇറക്കാൻ പറ്റില്ല. അപ്പോൾ VOVR എന്നൊരു സാധനം അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ടച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളത്. എന്നാൽ ചില വണ്ടികൾ VOVR ഇൻസ്പെക്ട് ചെയ്ത് ഓൾറെഡി ഇന്ന വർഷം, അതായത് 2020 ഇൻസ്പെക്ട് ചെയ്തു, സ്റ്റിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ, അങ്ങനെ വെളിയിൽ ഇറക്കിയ വണ്ടികളുണ്ട്. അത് മേടിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ അപ്പോൾ അതിന് വിലക്കുറവായിരിക്കും. നമ്മൾ എടുത്തെന്ന് പറഞ്ഞാൽ വിറ്റാലും വിലക്കുറവായിരിക്കും. അങ്ങനെ ഒരു കാര്യം ഉപയോഗിക്കാനാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ VOVR നിങ്ങൾ തൊടാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് എന്താണെന്നറിയാൻ മേലെ അത് തൊടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പം ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ റോഡ് വർത്തി സർട്ടിഫിക്കറ്റ് നമുക്ക് മേടിക്കണം എന്നുള്ളതാണ്. റോഡ് വർത്തി എടുത്താൽ മാത്രമല്ല, പിന്നെ നമുക്ക് ചിലവുകളുണ്ട്. ഈ വണ്ടി കൊണ്ടുപോയി നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ 1 വർഷത്തെ രജിസ്ട്രേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പല വണ്ടിക്കും പല രീതിക്കാണ്. ഇപ്പോഴത്തെ രീതിക്കനുസരിച്ച് $800 വരും 1 വർഷത്തേന് രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് കിട്ടണമെങ്കിൽ. വണ്ടിക്ക് നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് നമ്പർ മേടിക്കുന്നതിന് ഒരു $140 ആവും. പ്ലസ് വണ്ടി നമ്മൾ പേരിലേക്ക് മാറ്റുന്നതിന് ഒരു എമൗണ്ട് ഉണ്ട്. നമ്മൾ $3000 അതിൻ്റെ ഏകദേശം ഒരു 12% മറ്റാണ് ആകുന്നത്. അതെല്ലാം കൂടി ഒരു $200 അതുമാകും. അപ്പോൾ ഒരു $2000 വണ്ടി മേടിച്ചു, റോഡ് വർത്ത് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ $4500 ആയിരിക്കും. അങ്ങനെ വേണം അതിന് കാണാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ $2000 എന്ന് പറയുമ്പോഴത്തേനും $2000 ലാഭമാണല്ലോ എന്ന് നമുക്ക് വിചാരിക്കും. വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. ഇതിനകത്ത് ഇവരുടെ ഒരു എന്താ പറയുക, ഒരു ഫീസുണ്ട്. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, സർചാർജുകളും ഫീസുകളും ഒക്കെയുണ്ട്. നമ്മളിപ്പോൾ 2000 ഇപ്പോൾ കിടക്കുന്നത് 2100 ബിഡ് ചെയ്ത് നോക്കാം. ബിഡ് ചെയ്യുമ്പോഴത്തേന് ഇത് ഓപ്പണായി വന്ന് കണ്ടോ. അപ്പോൾ ടെക്നിക്കലി നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ $2800 ആണ്. അതിൽ അഡ്മിനിസ്ട്രേഷൻ ഫീ എന്ന് പറഞ്ഞാൽ $38 ബയേഴ്സ് പ്രീമിയം എന്ന് പറയുന്നത് ഇത് അവരുടെ ഫീസാണ്. ഈ ഫീസ് അവരുടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ചിന്തിച്ചോണം നമ്മൾ ചെയ്യുമ്പോഴത്തേന്. അപ്പോൾ ടോട്ടലി നമുക്കുള്ള പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഇത്രയും വരും, 2880 ആണ്. ശരിയായിട്ട് പറഞ്ഞാൽ നമ്മൾ എത്ര ബിഡ് ചെയ്ത് 2100, ഇത്രയും രൂപയുടെ വ്യത്യാസം വരും. അപ്പം ഈ $2000 വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെക്നിക്കലി മുടക്കാവുന്ന 3000 ആകും. പിന്നെ അത് വർക്ക്ഷോപ്പിൽ നമുക്ക് ഒരു $1000 മനസ്സിൽ അത് കുറച്ചേ ആകാൻ സാധ്യതയുള്ളൂ. എങ്കിലും നമ്മൾ ഒരു $1000 കാണും. അപ്പോൾ അത് $4000 ആയി. പിന്നെ നമ്മൾ ഈ പറയുന്ന രജിസ്ട്രേഷൻ ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ പേരിലാക്കി റോഡിലിറക്കി വണ്ടി ഇറക്കുമ്പോൾ $1000 കൂടി ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ $5000 അതിന് മുടക്കായി.
അപ്പോൾ $5000 ഇത് വർത്താണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അത് നിങ്ങളിലേക്ക് തന്നെ വിട്ടുതരികയാണ്. നിങ്ങൾക്ക് അതിനുള്ള പൈസ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പോകുന്നതിന് മുമ്പ് ഇന്നത്തെ മലയാളം വാക്ക് എന്ന് എന്താണെന്നുള്ളത്, അതായത് ഇന്നത്തെ മലയാളം വാക്ക് നമ്മൾ സായിപ്പ് അല്ലെങ്കിൽ മദാമ എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സായിപ്പ്, മദാമ, ഈ 2 വാക്കുകൾ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സായിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറുദു വേർഡായ സാഹിബ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് സായിപ്പ് എന്നുള്ള പറഞ്ഞ വേർഡ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ഉണ്ട്, സാബ് എന്ന് പറയുന്നത്. അതായത് പഴയൊരു മലയാളം പടം ഉണ്ടല്ലോ, നായർ സാബ് എന്ന് പറയുന്ന ഒരു മലയാളം പടം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായ ആ സാബ് എന്ന് പറയുന്ന വേർഡൊക്കെ ഉണ്ടായത് ഈ സാഹിബ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. സായിപ്പ് എന്ന് പറയുന്ന വേർഡും ഈ സാഹിബ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി മദാമ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത് ഒരു ഫ്രഞ്ച് പേരായ മേഡം എന്നുള്ളതാണ്. MADAME ഈയും കൂടി ചേർത്തിട്ടുള്ള വേർഡിൽ നിന്നാണ് ശരിയായിട്ട് പറഞ്ഞാൽ മദാമ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത്. കേരളത്തിൽ പണ്ട് കാലങ്ങളിൽ വെളിയിൽ നിന്നുള്ള ആൾക്കാർ വന്ന സമയത്ത് ചില ആൾക്കാർക്ക് മേഡം സംതിങ് എന്ന് പറഞ്ഞൊരു പേര് ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടി അമ്മ ചേർക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതായത് സാറാമ്മ, മറിയാമ്മ, ത്രേസ്യാമ്മ എന്ന് പറഞ്ഞാൽ അമ്മ, കല്യാണിയമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള അമ്മ ചേർക്കുന്ന ഒരു സമയമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മേഡം എന്ന് വിളിക്കുന്നതിനും എളുപ്പമായിട്ട് മദാമ, മേഡം, അമ്മ എന്നുള്ളത് ചേർത്ത് മദാമ എന്നുള്ള പേര് വന്നതാണ്. പിൽക്കാലങ്ങളിൽ സായിപ്പ്, മദാമ എന്ന് പറയുന്ന ഒരു കളിയാക്കുന്ന വേർഡായി മാറി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ശരിയായിട്ടും അത് ഉപചാരപൂർവ്വം അല്ലെങ്കിൽ ബഹുമാനപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ സായിപ്പ് അല്ലെങ്കിൽ മദാമ എന്ന് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യം ഓർക്കുമല്ലോ. അടുത്ത ദിവസത്തെ വേർഡ് എന്ന് പറയുന്നത് സിംഹഭാഗം എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമുക്ക് നാളെ നോക്കാം. അപ്പോൾ സായിപ്പ് അല്ലെങ്കിൽ മദാമ എന്നുള്ള വേർഡ് എവിടെ നിന്ന് വന്നെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഇത് ഓർക്കുക, ഇതിങ്ങനെയാണ് ഇതിൻ്റെ എവല്യൂഷൻ ഉണ്ടായത് എന്ന് ചിന്തിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വേറൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. See you on the next one.